എങ്ങനെയായിരുന്നു ആ ജേർണി തിങ്കിൽ നിന്ന് ഡിസൈനിലോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ നിഫ്റ്റ് അല്ലെങ്കിൽ IIT പോയ ജേർണി എങ്ങനെയായിരുന്നു ആ ഒരു ബാച്ച്? ബാച്ച് അടിപൊളിയായിരുന്നു. ബാച്ചിന് ഒരു രക്ഷയില്ല, ഇത്രയും നല്ല പിള്ളേരെ കിട്ടിയിട്ടില്ല. ഏകദേശം എല്ലാവർക്കും ഒരേ മൈൻഡാണ്. ഇപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവാൻ പറ്റും. ഞങ്ങൾക്ക് ടോപ്പിക്കൊന്നും പറയാനില്ലെങ്കിലും എല്ലാവർക്കും ഓരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറയാൻ. പിന്നെ ഫാക്കൽറ്റീനെ പറയുകയാണെങ്കിൽ വേറെ ലെവൽ തന്നെ. എല്ലാവരും ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് എടുത്തത് വിക്രം സാറാണ്. ഫസ്റ്റ് സാറിൻ്റെ ആ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എടുത്ത ചോയ്സ് കറക്റ്റാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പീറ്റ് ചെയ്യാനിരുന്നത് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്ത നടക്കൂല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും പഠിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് അറിയണ്ടായില്ല. ഞാൻ വിചാരിച്ചു അതിൽ ഒന്നും NIT ഒന്നും ഒരു റിക്വയർമെന്റ് ഇങ്ങനെ പറയുന്നില്ല. വെറുതെ +2 പാസ് ആയാൽ മതി, വന്ന് എഴുതിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ പഠിക്കണ്ടേന്നാ അതൊന്നും പറയണ്ടേ UCD പോലെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ തിങ്ങിന്റെ ഫാക്കൽറ്റീസും പിന്നെ ജിനേഷ് സാറൊക്കെയാണ് വന്നത്. എല്ലാവരും അടിപൊളി. പിന്നെ കുമുദ് സാറ് വന്നു. ഞാൻ എന്റെ എങ്ങനെയായിരുന്നു വെച്ചാൽ എന്റെ സ്കൂൾ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ KV പഠിച്ചേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേറെ തരം ഫ്രീഡായിരുന്നു. ലൈക്ക് എന്തും ചെയ്യാം. ക്ലാസ് ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി. ഞങ്ങളുടെ സാറിനൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ലൈക്ക് നമ്മളുടെ മൈൻഡിലുള്ള എന്താ വെച്ചാൽ പറയാ. പിന്നെ എല്ലാവരും ക്രിയേറ്റീവ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയാ, എല്ലാവരുടെയും വർക്ക്സ് കാണാം, ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം. അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ സാധാരണ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് ലൈവ് സ്കെച്ചിങ്ങിന് പോയി. എന്താ ഞങ്ങൾക്ക് ഇന്ന് അവിടെ ആയിരുന്നു പോകേണ്ടത്. അതെ, ഞങ്ങൾക്ക് ഫുൾ സെലിബ്രേഷൻ ആണ്. ഹാലോവീൻ സെലിബ്രേഷനാ, ഓണം സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്കും വരണമായിരുന്നു. അടിപൊളിയായിരുന്നു അവിടെ. എൻജോയ്ഡ് ലൈക്ക് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ റിഗ്രറ്റ് ഇല്ല. തിങ്കിലെ ജേണി പറയുകയാണെങ്കിൽ ഇവിടെ വരുമ്പോ നമ്മള് ക്ലാസ് റൂമിലേക്ക് വരുന്ന ഒരു ഫീൽ അല്ല, നമ്മള് ഇവിടെ വന്ന് എൻജോയ് വീട്ടിൽ പോകും, അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. പിന്നെ അവിടുത്തെ ടീച്ചിങ്സ് എല്ലാം പറയുകയാണെങ്കിൽ എല്ലാ ഫാക്കൽറ്റിയും അടിപൊളിയായിരുന്നു. എല്ലാം എന്താ പറയാ, ഞാനൊരു വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി എന്ന് പറയും തിങ്കിന്. അതായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും ഭയങ്കര നമ്മളെ പുഷ് ചെയ്യും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ഓരോ ഡെഡ് ലൈൻസിന് മുന്നേ അവരങ്ങനെ പുഷ് ചെയ്ത കാരണമാണ് നമ്മള് പഠിച്ച, സത്യം പറഞ്ഞ. അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ച് അങ്ങനെ ഇരിക്കായിരുന്നു. ഞങ്ങൾക്കാണ് ആട്ടോ ഫസ്റ്റ് കിട്ടിയത്. ഇതിനെല്ലാം ബാക്കിൽ ഞങ്ങളുടെ പ്രവർത്തനം ഉണ്ട്, അതല്ല പ്ലസ് അവരുടെ ഹാർഡ് വർക്കും കൂടി ഉള്ള കാരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്.